പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഈ കാണുന്ന മൂന്നവന്മാർ ഇവന്മാരാണ് കഴിഞ്ഞ ദിവസം ഒരു 18-കാരനെ കുത്തിക്കൊലപ്പെടുത്തിയത്. അതും ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരു ഫ്ലോട്ടുമായി ഉണ്ടായ തർക്കം. ഒരു സോറി പറഞ്ഞാൽ തീരേണ്ട ചെറിയ ഒരു കാര്യത്തിനായിരുന്നു ഇവന്മാർ അക്രമാസക്തരായി അവനെ കുത്തിക്കൊലപ്പെടുത്തിയത്. അതും ആ 18-കാരൻ്റെ നന്നേ ചെറുപ്പത്തിൽ അവൻ്റെ അച്ഛൻ മരണപ്പെട്ടു. പിന്നീട് അവൻ്റെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് അവനെയും അവൻ്റെ സഹോദരിയും വളർത്തിയത്. ആ അമ്മയുടെ ആ സഹോദരിയുടെ കണ്ണുനീരിന് വലിയ വില ഇവന്മാർ കൊടുക്കേണ്ടി വരും. ഉത്സവ ആഘോഷങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാവണം, അല്ലാതെ കൊല്ലും കൊലയും നടത്താനും അഴിഞ്ഞാടാനും വേണ്ടിയുള്ളതല്ല എന്നുള്ള തിരിച്ചറിവ് ഈ ഡാഷിൻ്റെ മക്കൾ തിരിച്ചറിയണം. മരുത്തടി ക്ഷേത്രത്തിൽ നടന്ന അതിദാരുണമായൊരു കൊലപാതകം നടന്നിട്ട് 1 മാസം തികയുന്നതിന് മുമ്പ് വീണ്ടും കൊല്ലം ജില്ലയിൽ ഒരു 18-കാരൻ്റെ ജീവൻ കൂടി എടുത്തിരിക്കുകയാണ് ഈ കാണുന്ന കഴിവറുടെ മക്കൾ. വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. സംഗതി ഇങ്ങനെയാണ്. ക്ഷേത്രോത്സവത്തിനിടയിലുണ്ടായ വാക്ക് തർക്കം. ഒരാൾ കുത്തേറ്റു മരിച്ചു, 4 പേർ അറസ്റ്റിലായിരിക്കുന്നു. കൊല്ലം മുഖത്തല ചെമ്പകശ്ശേരി ക്ഷേത്രത്തിൽ ശനിയാഴ്ച രാത്രി 8 മണിക്കായിരുന്നു സംഭവം. ഉത്സവത്തിനോടനുബന്ധിച്ച് നടന്ന കെട്ടുകാഴ്ചയിൽ ഫ്ലോട്ടിൻ്റെ കൂടെ എത്തിയവർ തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് തഴുത്തല കിഴവൂർ സജീവ് മന്ദിരത്തിൽ സജീവിൻ്റെ മകൻ തേജസ്, 18 വയസ്സുള്ള തേജസ് കുത്തേറ്റ് മരണപ്പെട്ടത്. പ്രതികളായ മുഖത്തല കിഴവൂർ കോടംവിള വീട്ടിൽ ആദിത്യൻ, കിഴവൂർ മാളു ഭവനിൽ ബിനു, കിഴവൂർ കാലങ്കര പുത്തൻ വീട്ടിൽ പ്രജിത്ത, വെളിച്ചിക്കാല പ്ലാച്ചിപ്പൊയ്ക വീട്ടിൽ അഖിൽ രാജ് തുടങ്ങിയവരാണ് പോലീസിൻ്റെ പിടിയിലായത്. സംഭവത്തെ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഹേമലതയുടെ നിർദ്ദേശപ്രകാരം ACP അനുരൂപ്, SHO അജിത് കുമാർ, SI സൗരവ്, ഡാൻസഫ് ടീം അംഗങ്ങൾ, CPO ഹാരിഷ് തുടങ്ങിയവർ ചേർന്നാണ് ഞായറാഴ്ച പുലർച്ചെ 4 മണിക്ക് കണ്ണനല്ലൂരിൽ ഒളിവിൽ താമസിക്കവേ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. സംഭവം നടക്കുന്നത് ചെമ്പകശ്ശേരി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് നടന്ന ഒരു പ്ലോട്ട് ഘോഷയാത്രയാണ്. ഇതിന് ഘോഷയാത്ര നടന്നു വരുന്ന സമയത്ത് ഈ തേജസ് എന്ന് പറയുന്ന പയ്യൻ, ഇതിൻ്റെ ഒന്നാം പ്രതി എന്ന് പറയുന്ന ആദിത്യൻ, കുട്ടു എന്ന് വിളിക്കുന്ന ആദിത്യന് ആയിട്ട് ഉണ്ടായ വാക്ക് തർക്കമാണ് കുത്തിൽ കലാശിക്കുകയും ഒരു ഇത്രയും മരണത്തിലേക്ക് പറഞ്ഞു. ഇവരെപ്പോഴാണ് പിടിച്ചത്? ഇന്നലെ രാത്രി മൊത്തം കൊല്ലം കമ്മീഷണർ നിർദ്ദേശപ്രകാരം ഈ ഭാഗങ്ങൾ കംപ്ലീറ്റ് ഷാഡോ പോലീസും കൊട്ടിയം പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ ഇവർ കണ്ണനല്ലൂർ കഴിഞ്ഞുള്ള ഒരു ഭാഗത്ത് വെച്ച് ഒന്നാം പ്രതിയെ ചോദ്യം ചെയ്തെന്ന് വെച്ച് മറ്റ് പ്രതികളിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് അവിടെ വെച്ച് കസ്റ്റഡിയിൽ